ജർമ്മൻ മിസ്റ്റിക്കായ എക്ഹാർട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ സ്വന്തമാക്കാൻ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കണം. കേൾക്കുമ്പോൾ വൈരുദ്ധ്യം തോന്നും, പക്ഷെ അദ്ദേഹം പറയുന്നത് വളരെ ഡെപ്തുള്ള ഒരു കാര്യമാണ്. അതിതാണ്, ഇടുങ്ങിയ നമ്മുടെ ദൈവ സങ്കല്പങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ദൈവത്തെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ യഹൂദരെയൊക്കെ കാണുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഈശോ അവരുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ദൈവത്തെ കാണാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ദൈവ സങ്കല്പം നിയമങ്ങളുടെ ഒരു കെട്ടാണ്. ആ ഒരു ദൈവ സങ്കല്പവുമായിട്ടാണ് അവർ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈശോ കാരുണ്യത്തിൻ്റെ കടലായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സിൽ നിയമങ്ങളുടെ ഒരു കെട്ടിൻ്റെ ഒരു ദൈവസങ്കല്പവുമായിട്ട് യഹൂദർ നിന്നതുകൊണ്ടാണ് ഈശോയിൽ ദൈവത്തെ കാണാനായിട്ട് അവർക്ക് സാധിക്കാതെ പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഉള്ളിലെ ദൈവ സങ്കല്പം എന്താണ്? അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആത്മഗതം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വലിയ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സാഹചര്യത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ചിലപ്പോൾ പറയാറില്ലേ, ഇവന് ഇത് സംഭവിക്കണം, കാരണം ഇവൻ അങ്ങനെ ജീവിച്ചവനാണ്, ദൈവമെല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദൈവസങ്കല്പം എന്താണ്? ശിക്ഷിക്കുന്ന ഒരു ദൈവം. തെറ്റ് കാണുമ്പോൾ ലാത്തിയും എടുത്തിറങ്ങുന്ന ഒരു പോലീസുകാരനെ പോലെ നമ്മൾ ദൈവത്തെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കും. നമ്മൾ ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ദൈവ സങ്കല്പം എന്താണ്? വാസ്തവത്തിൽ നമ്മുടെ ദൈവം, നമുക്ക് ഈശോ കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ മുഖം കാരുണ്യത്തിൻ്റെ, പൊറുക്കുന്നതിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ദൈവത്തിൻ്റെ മുഖമാണ്. ആ ഒരു സങ്കല്പമാണോ എനിക്ക് ഉള്ളത് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാകുമ്പോൾ, ശിക്ഷിക്കുന്ന ദൈവത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ ആ ഒരു ദൈവസങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് കാരുണ്യത്തിൻ്റെ ഒരു ദൈവസങ്കല്പം പേറി നടക്കുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത്, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ അടുത്ത് കുറെ കൂടെ കാരുണ്യത്തോടെ പെരുമാറാനായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്ക് കൂടും. നമ്മളിതിൽ ഏത് ദൈവ സങ്കല്പവുമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം.